വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CPT മെഡിസിൻ ചാപ്റ്ററിലെ കാർഡിയോഗ്രഫി സെക്ഷനിൽ ഗ്ലോബൽ സർവീസ് കോഡ്സ്, ടെക്നിക്കൽ കമ്പോണൻറ്റ്, പ്രൊഫഷണൽ കമ്പോണൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. കാർഡിയോഗ്രഫി എന്താണ്? പ്രോസസ് ആൻഡ് techniques used to record and analyze the heart's mechanical and electrical activity, often to diagnose arrhythmias. അതായത് ഹാർട്ടിൻ്റെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അരിത്മിയാസ് അഥവാ എ ഗ്രൂപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പ്രോസസ് ആൻഡ് ടെക്നിക്കിനെയാണ് നമ്മൾ കാർഡിയോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There must be a specific order for an electrocardiogram or rhythm strip, followed by separate signed, written and retrievable report. അതായത് ഇലക്ട്രോകാർഡിയോഗ്രാം ഓർ റിതം സ്ട്രിപ്പ്, ഈ പ്രൊസീജിയേഴ്സിന് ഒരു സെപ്പറേറ്റ് സൈൻഡ്, റിട്ടേൺ ആൻഡ് റിട്രീവബിൾ റിപ്പോർട്ട് വേണ്ടതുണ്ട്. അതുമാത്രമല്ല, the need for an electrocardiogram or rhythm strip should be supported by documentation in the patient medical report. അതായത് ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ റിതം സ്ട്രിപ്പ് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. It is not appropriate to use these codes for reviewing the telemetry monitor strips taken from a monitoring system. അതായത് 93040 മുതൽ 93042 വരെയുള്ള ഈ കോഡ്സ് ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ടെലിമെട്രി മോണിറ്റർ സ്ട്രിപ്സ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് ടെലിമെട്രി മോണിറ്ററിംഗ് സ്ട്രിപ്സ്? പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ വയർലെസ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് വെച്ച് ഒരു സെൻട്രൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെലിമെട്രി മോണിറ്റർ സ്ട്രിപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 93000 ഇലക്ട്രോകാർഡിയോഗ്രാം റൂട്ടീൻ ECG വിത്ത് അറ്റ്ലീസ്റ്റ് 12 ലീഡ്സ് വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇതൊരു ഗ്ലോബൽ സർവീസ് കോഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലോബൽ സർവീസ് കോഡ് എന്താണ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ പാർട്ട് എന്താണ്, ടെക്നിക്കൽ പാർട്ട് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ സർവീസ് കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ ഓഫീസിലാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ പ്രൊഫഷണൽ കമ്പോണൻ്റ് ആയിക്കോട്ടെ, ടെക്നിക്കൽ കമ്പോണൻ്റ് ആയിക്കോട്ടെ, എല്ലാം ഫിസീഷ്യൻ തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഫിസീഷ്യനാണ് ചെയ്യുന്നത്. ഇനി ഹോസ്പിറ്റലിലാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ടെക്നിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അതുമാത്രമല്ല, ഫിസിഷ്യൻ അവിടുത്തെ എംപ്ലോയി ആയിരിക്കും. ഫിസിഷ്യനുള്ള പേയ്മെൻറ്റ് ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫഷണൽ പാർട്ടിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ടിനോ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാതും എന്തിലുണ്ട്? എല്ലാ കമ്പോണൻസും ഈ ഒരു കോഡിലുണ്ട്. അതാണ് ഗ്ലോബൽ സർവീസ് കോഡ്. 93005 ട്രേസിംഗ് ഓൺലി വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഈ ട്രേസിംഗ് ഓൺലി സൂചിപ്പിക്കുന്നത് ടെക്നിക്കൽ കമ്പോണൻറ്റിനെയാണ്. ഇപ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാം റൂട്ടീൻ ECG വിത്ത് അറ്റ്ലീസ്റ്റ് 12 ലീഡ്സ്, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അതിൽ ടെക്നിക്കൽ കമ്പോണൻറ്റിന് കോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഡ് എടുക്കേണ്ടത് 93005 ആണ്. ഇനി 93010 ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺലി. ഈ ഒരു കോഡ് സൂചിപ്പിക്കുന്നത് പ്രൊഫഷണൽ കമ്പോണൻറ്റിനെയാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നു. അതിൽ പ്രൊഫഷണൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷണൽ പാർട്ട്, അതിന് കോഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കോഡ് എടുക്കണം? 93010 വേണം. ഓക്കെ. 93015 cardiovascular stress test using maximal or submaximal treadmill or bicycle exercise, continuous electrocardiographic monitoring and or pharmacological stress with supervision, interpretation and report. ഈ ഒരു കോഡ് ഗ്ലോബൽ സർവീസ് കോഡാണ്. ഇതിൽ പ്രൊഫഷണൽ പാർട്ടും ടെക്നിക്കൽ പാർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ സർവീസ് കോഡിനെ പറ്റിയിട്ട്. അപ്പോൾ എന്താണ്, ഈ ഒരു കാര്യത്തിൽ പ്രൊഫഷണൽ പാർട്ടും ടെക്നിക്കൽ പാർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി 93016 സൂപ്പർവിഷൻ ഓൺലി
വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇതിലെന്താണ്, ഫിസിഷ്യൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ്റർപ്രിട്ടേഷനോ റിപ്പോർട്ടോ ചെയ്യുന്നില്ല. ഒരു ക്വസ്റ്റ്യനിൽ സ്ട്രെസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നു, അതിലെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഫിസിഷ്യൻ ചെയ്യുന്നത് സൂപ്പർവിഷനാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ പ്രൊഫഷണൽ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കോഡ് ചെയ്യണം? 93016 കോഡ് ചെയ്യണം. ഇനി 93017 ട്രേസിംഗ് ഓൺലി വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇതിലെന്താണ്, ടെക്നിക്കൽ പാർട്ടാണ്. ട്രേസിംഗ് ഓൺലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ പാർട്ടാണ്. ടെക്നിക്കൽ പാർട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 93017 കോഡ് ചെയ്യാം. ഇനി 93018 ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺലി. ക്വസ്റ്റ്യനിൽ ഫിസിഷ്യൻ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് മാത്രമാണ് ചെയ്തതെങ്കിൽ പ്രൊഫഷണൽ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 93018 കോഡ് ചെയ്യണം. ഇനി ഫിസിഷ്യൻ സൂപ്പർവൈസും ചെയ്തു, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ പാർട്ട് ചോദിക്കുമ്പോൾ എന്ത് കോഡ് ചെയ്യണം? 93016 ആൻഡ് 93018 രണ്ടും കോഡ് ചെയ്യണം. 93040 റിതം ECG 123 ലീഡ്സ് വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇത് ഗ്ലോബൽ സർവീസ് കോഡാണ്. ഇതിൽ ടെക്നിക്കൽ പാർട്ടും പ്രൊഫഷണൽ പാർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി 93041 ട്രേസിംഗ് ഓൺലി വിതൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രേസിംഗ് ഓൺലി, അതായത് ടെക്നിക്കൽ പാർട്ട്. റിതം ECG 123 ലീഡ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു, അതിൽ ടെക്നിക്കൽ പാർട്ടാണ്, ടെക്നിക്കൽ കമ്പോണൻറ്റിൻ്റെ കോഡാണ് ചോദിച്ചത് എങ്കിൽ നമ്മൾ ഏത് കോഡ് എടുക്കണം? 93041 എടുക്കണം. ഇനി 93042 ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഓൺലി. അപ്പോൾ അതെന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് 26, അതായത് പ്രൊഫഷണൽ പാർട്ടിന് പകരമുള്ള കോഡാണ്, പ്രൊഫഷണൽ കമ്പോണൻ്റ് ആണ് 93042 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ട് വേണം എന്നതിനെ പറ്റിയും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.